ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വേഗം വരിക. ഞാൻ പോയി തമ്പുരാട്ടി ഒന്ന് സോപ്പിടട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വേഗം റെഡിയായി വരാം. ചെല്ല്. തമ്പുരാട്ടിക്കുട്ടി, ഈ കാണുന്നത് വളരെ പ്രശസ്തമായ ഒരു പുണ്യ പുരാതന ക്ഷേത്രമാണ്. റാണു കൊട്ടാരത്തിന്റെ അധീനതയിലുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. 12 വർഷത്തിലൊരിക്കൽ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസത്തിൽ ഭക്തജനങ്ങൾക്കു വേണ്ടി ഇവിടെ ഈ നട തുറക്കും. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ദേവിയുടെ തിരുനട തുറക്കുന്ന ദിവസം. നട തുറക്കുകയും സന്നിധിയിലിരിക്കുന്ന അതിശ്രേഷ്ഠമായ മണിമാലയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പൂജകൾ കഴിഞ്ഞ് പിറ്റേ പൗർണമിയിൽ ദേവി സന്നിധിയിൽ സമർപ്പിക്കും. പൂട്ടിന്റെ പഴുതിലൂടെ 7 തവണ താളത്തിലൂതിയാൽ മാത്രമേ നാഗപ്പൂട്ട് തുറക്കുകയുള്ളൂ. കാര്യങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? നിങ്ങൾ എന്തായി പറയുന്നേ? ദേവിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് തമ്പുരാനോ തമ്പുരാട്ടിയോ കല്യാണി മോളോ എന്തെങ്കിലും കാണിക്കോ? അതില്ല, എല്ലാം മംഗളമായി തന്നെ നടക്കും. ഒന്ന് വേഗാവട്ടെ സതീശ. ശരിയാക്കി തരാം. ഇപ്പൊ വരാം. പാടോ. അമ്പലത്തിൽ പോയിരുന്നോ ശിവദാസ? മഞ്ഞൾക്കൂട്ടും കൊണ്ടുവന്നു. ആ കല്യാണി എത്തിയില്ലേ ഇതുവരെ? അല്ല, മണിമാല എടുത്തുകൊണ്ടുവരേണ്ടത് അവളാ, അറിയാലോ. അറിയാം. ചിന്നുമോള് പൂക്കളെടുക്കാൻ പോയിരിക്കുക. ഓ, വന്നാലുടൻ അമ്പലത്തിലേക്ക് പോകും. ആഹാ. ആരും കണ്ടില്ല. ചേച്ചി, ചിന്നു ചേച്ചി. നീ എന്തിനാ ഇവിടെ? ചിന്നു ചേച്ചി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്ത് ഹെൽപ്പ്? എന്റെ സ്കൂൾ ബസ് മിസ്സായി, എന്നെ ഒന്ന് സ്കൂളിലാക്കുവോ? എനിക്കതിനൊന്നും സമയമില്ല. കൊട്ടാരത്തിൽ ഇന്ന് പൂജയാ, അറിയാലോ. ഇഷ്ടം പോലെ പണിയുണ്ട് അവിടെ. അതിന് ഇനിയും സമയമുണ്ടല്ലോ. പ്ലീസ് ചേച്ചി, വേറെ വഴിയില്ല. ഒരു രക്ഷയുമില്ല. നീ വീട്ടിൽ പൊക്കോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ദേവിക്ക് സമർപ്പിക്കേണ്ട പൂക്കളാ ഇത്.
മനുഷ്യരെ സഹായിക്കാതെ ദേവി അടുത്ത് പോയിട്ട് എന്തോ കിട്ടാനാ? എന്നെ സഹായിക്കാതെ പോയ ചേച്ചി ഇതെന്ത് പൂജ ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. വാ നീ കേറ്. ആ പോവാം. പോവാം. അമ്മേ. അയ്യോ അതല്ലമ്മേ, അത് മധുരമുള്ളതാ. ഒരു നേരം പോലും മുടങ്ങാതെ നീ എനിക്ക് ഗുളിക തരുന്നതല്ലേ? അതുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കലൊക്കെ മധുരം ഉള്ളതാവാം. അത് നമുക്ക് അടുത്ത ചെക്കപ്പ് കഴിഞ്ഞ് നോക്കാം. ഓ, സൗന്ദര്യം കൂടി. ചായ അവിടെ വെച്ചിട്ട് പോ. ഇപ്പൊ വേണ്ടെങ്കിൽ ഞാൻ പിന്നീട് കൊണ്ടുവരാം. വേലക്കാരിയുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനുമാണോ ഞാൻ ചായ കുടിക്കേണ്ടത്? നിന്റെ അഭിപ്രായമൊക്കെ അവിടെ അടുക്കളയിൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ ചായ അവിടെ വെച്ചിട്ട് വേഗം പോവാൻ നോക്ക്. സതീഷേട്ടാ, ഇന്നാണ് പൂജ. ഇത് ഇന്നെങ്ങാനും തീരുവോ? എന്റെ പൊന്നു ചിന്നു തീരും. തീർന്നാ മതി. ദിപ്പ ശരിയാക്കി തരാം. മക്കളെ എന്തെങ്കിലും പോയി കഴിക്കും. ഇതിങ്ങനെയല്ല, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇങ്ങനെയാ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഒന്ന് വേഗം ആയിക്കോട്ടെ. ആ തമ്പുരാനെ. ഓ വന്നോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഒന്നും പറയണ്ട, ഞാൻ വരുന്ന വഴിക്കേ. വേണ്ട, അതൊന്നും എന്നോട് ബോധിപ്പിക്കണ്ട. നീ വരാൻ വൈകിയതിൽ വേവലാതിപ്പെട്ട് അകത്തൊരാളിരിപ്പുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞാ മതി കാര്യകാരണങ്ങളൊക്കെ. ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വേഗം വരിക. ഞാൻ പോയി തമ്പുരാട്ടി ഒന്ന് സോപ്പിടട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വേഗം റെഡിയായി വരാം. ചെല്ല്. തമ്പുരാട്ടിക്കുട്ടി, പിണക്കത്തിലാണോ മാഡം? എത്രയും നേരം എവിടെയായിരുന്നു? നീ എന്നോട് മിണ്ടണ്ട. അതെങ്ങനെ ശരിയാവും? എനിക്ക് വേറെ ആരാ മിണ്ടാനുള്ള? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒരുങ്ങണ്ടേ?
ഇപ്പൊ എന്റെ തമ്പുരാട്ടി കുട്ടി സുന്ദരിയായി.